PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇനിയുള്ള 2 ഘട്ടങ്ങളിലും പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യപേപ്പർ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്താണ്? സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്താണ്? ചൂഷണമാണ്. ചൂഷണം. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഏത് ഗണത്തിൽപ്പെട്ടവയാണ്? മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഏത് ഗണത്തിൽപ്പെട്ടതാണ്? പ്രൈമേറ്റുകൾ. പ്രൈമേറ്റുകൾ എന്ന വർഗത്തിൽപ്പെട്ടവയാണ്. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ ആരാണ്? ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ മസീനിയാണ്. മസീനി. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സുഡാനിലെ നീഗ്രോകളെ വിളിക്കുന്ന പേരാണ് കാപ്പിരി. കാപ്പിരി. ചൈനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വിവിധ വിപ്ലവ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് സൺയാട്സൻ രൂപീകരിച്ച സംഘടന ഏതാണ്? സൺയാട്സൻ രൂപീകരിച്ചതാണ് ചൈനീസ് റവല്യൂഷണറി ലീഗ്. ചൈനീസ് റവല്യൂഷണറി ലീഗ്. ജീവന്റെ ഉത്ഭവം എവിടെയാണ്? ജീവന്റെ ഉത്ഭവം സമുദ്രത്തിൽ. സമുദ്രത്തിൽ. 1889 രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം ഏതാണ്? രണ്ടാം ഇന്റർനാഷണൽ നടന്നത് പാരീസിലാണ്. പാരീസ്. അഖിലസ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ആരാണ്? അഖിലസ്ലാവ് പ്രസ്ഥാനത്തിന്റെ വക്താവ് റഷ്യയാണ്. റഷ്യ. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ഏതാണ്? ആൽഗകളാണ്. ആൽഗകൾ. മനുഷ്യന്റെ ഏതു പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? എന്താണ്? സമുദ്ര മലിനീകരണം. സമുദ്ര മലിനീകരണം. പസഫിക് സമുദ്രത്തിൽ ഏകദേശം എത്ര ദ്വീപുകൾ കാണപ്പെടുന്നുണ്ട്? പസഫിക് സമുദ്രത്തിൽ ഏകദേശം 30,000 ദ്വീപുകളാണ് കാണപ്പെടുന്നത്. 30,000. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ നീളം എത്രയാണ്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ നീളം 14,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ഏതാണ്? 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് ആണ്. ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. സുനാമി എന്ന ജപ്പാനീസ് പദത്തിന്റെ അർത്ഥം എന്താണ്? സുനാമി എന്ന പദത്തിന്റെ അർത്ഥം തുറമുഖ തിരകൾ. തുറമുഖ തിരകൾ. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ ജർമ്മനിയിലെ കിരാത രൂപം ഏതാണ്? ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ ജർമ്മനിയിലെ കിരാത രൂപമാണ് നാസിസം. നാസിസം. നാസി പാർട്ടി എന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതിന്റെ ചുരുക്കെഴുത്താണ്? നാസി പാർട്ടി എന്നത് ഏതിന്റെ ചുരുക്കെഴുത്താണ്? നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ ചുരുക്കെഴുത്താണ് നാസി പാർട്ടി. സമുദ്രത്തിന്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാവുന്നത്? വേലിയേറ്റം ഉണ്ടാവുന്നത് ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗത്താണ്. ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗം. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരം. തിരാതടവും തിരാശിഖരവും തമ്മിലുള്ള ലംബദൂരമാണ് ഉന്നതി. ഉന്നതി. 1398 തന്നെ നാം യുദ്ധം ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഭീരുക്കളെ പോലെ അവർ നമുക്ക് കീഴടങ്ങി. നമുക്ക് മ്യൂണിച്ചിൽ നഷ്ടമായത് ഒരു വ്യത്യസ്ത സന്ദർഭമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ആരുടേതാണ്? ഹിറ്റ്ലറുടെ വാക്കുകളാണ്. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ബെർലിൻ. ബെർലിൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റ്. സ്വയം ഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ്. സ്വയം ഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകം ഏതാണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ്? വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷം നൽകിയത് ആരാണ്? ആൽഫ്രഡ് വേഗ്നർ. ആൽഫ്രഡ് വേഗ്നർ.
ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര് എന്താണ്? ഗ്വാൺവാനാലാൻഡ് എന്നുള്ളതാണ് കേട്ടോ. വൻകരയുടെ പേരെന്താണ്? ഗ്വാൺവാനാലാൻഡ്. പാൻജിയയെ വലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തെ അറിയപ്പെടുന്നത്? പാൻജിയയെ വലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രം അറിയപ്പെടുന്ന പേരാണ് പന്തലാസ. പന്തലാസ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? മംഗോളിയ. മംഗോളിയ. ഏത് സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? ജർമ്മനി വിഭജിക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ്? പോട്സ്ഡാം സമ്മേളനം. പോട്സ്ഡാം സമ്മേളനം. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം ഏതാണ്? ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്തത് ജനകീയ വിമോചന സേനയാണ്. ജനകീയ വിമോചന സേന. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം? ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഓപ്ഷൻ എ ചാൾസ് നിയമം. ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ് എന്നുള്ളതാണ് ശരി. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? ഏറ്റവും വലിയ യൂണിറ്റ് പാർസക് ആണ്. പാർസക്. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ് ഏതാണ്? ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്നത് ആണവ നിലയം. ആണവ നിലയം. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. പച്ചിരുമ്പ്. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതെല്ലാം? ഒരേ എണ്ണം തന്മാത്രകൾ ഉള്ളവ ഏതൊക്കെയാണ്? 1, 3 ആണ്. 36 ഗ്രാം ജലം, 34 ഗ്രാം അമോണിയ. ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തുവാണ് കാൽസ്യം ക്ലോറൈഡ്. കാൽസ്യം ക്ലോറൈഡ്. 35(6)17 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ന്യൂട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 18 ആണ്. ഇങ്ങനെയാണ് 35 - 17 ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യൂട്രോൺ കിട്ടുന്നത് 18. ഓക്കെ. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? ഓപ്ഷൻ എ വനേഡിയം പെൻഡോക്സൈഡ് ആണ്. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡ്. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്ന പേരെന്താണ്? എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും കൂടെ ചേർത്ത് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. പ്രാതിനിധ്യ മൂലകങ്ങൾ. സിറോഫ്താൽമിയ ഏത് വിറ്റമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാവുന്ന രോഗമാണ്? സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വിറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ്. സിറോഫ്താൽമിയ. അതുപോലെ തന്നെ നിശാന്തത. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. ത്വക്ക്. ഒരു സസ്യ ഹോർമോണാണ് ഗിബറിലിൻ. ഗിബറിലിൻ. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1 എന്ന് പറയുന്നത്? കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ്. ഫംഗസ്. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. മെനിഞ്ചസ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായിട്ടുള്ള രാസപദാർത്ഥം ഏതാണ്? അസ്ഥികളിലെ പ്രധാനപ്പെട്ട ഘടകവസ്തുവാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ്. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ്? ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ. അപ്പോൾ ഈ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള ഘട്ടങ്ങളിലോട്ടുള്ളവർ പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ പോയിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്